ഇന്നിപ്പോൾ രാവിലെ തന്നെ ലൈറ്റർ പണി തരികയാണ് കേട്ടോ. എത്ര കത്തിച്ചിട്ടും അങ്ങോട്ട് കത്തിയിട്ടാണ് പിടിക്കണുണ്ടായിരുന്നില്ല. അവസാനം പിന്നെ ഞാൻ അതവിടെ വെച്ചിങ്ങാണ്ട് ഗ്യാസും വന്ന് കത്തിച്ചിട്ടാണ് കേട്ടോ പിന്നെ തീ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ അതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുക്കിംഗ് അടുപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വിറകൊക്കെ ഓരോന്നും വെച്ച് കൊടുത്തുങ്ങാണ്ട് തീയൊക്കെ നല്ലപോലെ കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പലരും കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം കേട്ടോ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉമ്മ കുറച്ച് കുമ്പളങ്ങയും അതുപോലെ വെണ്ടയ്ക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കുമ്പളങ്ങയും 2 വെണ്ടയ്ക്കൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അധികം കഷ്ണങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് കുറുക്കനുള്ള സാമ്പാറിനോട് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് കഷ്ണം ഇട്ടുങ്ങാണ്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പരിപ്പൊന്നുമില്ല കേട്ടോ, പരിപ്പൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ തൊലി കളഞ്ഞപ്പോൾ മൊത്തത്തിൽ അങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കുമ്പളങ്ങ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ഉണങ്ങിയ തൊലിയൊന്നും ഉണങ്ങിയിരിക്കില്ല കേട്ടോ. ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിലെല്ലാതും കൂടെ എന്താക്കിയിട്ടുള്ളത്, തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മീൻ വാങ്ങിച്ചതാണ് ടൈസ് വിടാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിരിക്കണത് ആ ചോപ്പ് ബോക്സിൽ. അപ്പോൾ അത് അവിടെ തണിയട്ടെ. അപ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് അരി ഒന്ന് കഴുകിയിടുകയാണ്. എന്നിട്ടും വന്നിട്ടും പോയിട്ടും പിന്നെ ഇപ്പം എന്താ, അങ്ങനെ അരി അത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരിക്ക് ഇന്ന് കൂർക്കയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് കറിക്കുള്ളതൊക്കെ അതാ ഞാൻ കുടുക്കിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, സാമ്പാർ പൊടി, മേൽപ്പറഞ്ഞ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ചെടുത്ത് പിന്നെ അതിലേക്ക് നന്നായി വെന്ത് വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എളുപ്പമായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. വെണ്ട വഴറ്റി, തക്കാളി വഴറ്റി, ഉള്ളി വഴറ്റി അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. മൊത്തത്തിൽ എല്ലാതും ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഷടപടയെന്ന് എങ്ങനെ പണി തീർക്കാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ എപ്പോഴും ആലോചിക്കാറ്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവണം, അങ്ങനെയാണ് കേട്ടോ. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവാറ് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതിനായിരിക്കും. അങ്ങനെ അതവിടെ റെഡിയാക്കി ചോറ് വാങ്ങി വെച്ചു. പിന്നെ ഞാൻ എന്താ പറയുക, കറിക്കുള്ളത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു, കൂർക്ക നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. കൂർക്ക അത്യാവശ്യം നല്ല നൈസായിട്ടാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്ത് ചെയ്തു ചോറ് തീമിട്ടിട്ട് പിന്നെ അവിടെ പോയിരുന്നു കേട്ടോ. ഫോണാണ് വില്ലൻ എന്ന് പറയില്ലേ, അതും ഇരുന്നാൽ പോയി. ഇരിക്കല്ലേ എന്ന് വിചാരിക്കും, ആരോട് പറയാൻ, ആര് കേൾക്കാൻ, പിന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ കറി വെന്തിട്ടുണ്ട് മീൻസ് കറി ആദ്യം കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെടുത്ത് അടുപ്പത്ത് നിന്ന് വാങ്ങിയപ്പോഴാണ് പുളി ഒഴിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ. അപ്പോൾ പിന്നെ അവിടെ തന്നെ വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്തു, അതിലേക്കുള്ള പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് വെന്തതിന് ശേഷമാണ് കേട്ടോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതാ കൂർക്ക നന്നാക്കി കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, മീനും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉപ്പേരി കുറച്ച് തന്നെ കേട്ടോ വെക്കുന്നുള്ളൂ. ഒരു ഉപ്പേരി, ഒരു മീൻ വറുത്തതും അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതിലേക്കുള്ള കല്ലുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്, ഇനി വാങ്ങി വെക്കുകയാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പപ്പടം, ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. പപ്പടവും അച്ചാറും സാമ്പാറും, ആഹാ അടിപൊളി. അപ്പോൾ ഇന്നിപ്പോൾ പപ്പടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ മീനും കൂർക്കയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആക്കിയിട്ടു. ഇനിയിപ്പോൾ മീൻ നമുക്ക് ഇന്നലെ വെട്ടി നന്നാക്കിയിട്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് കഴുകി എന്താ പറയുക വരഞ്ഞെടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് മീൻ നന്നാക്കാനിരിക്കാൻ അങ്ങനത്തെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഐസും കാര്യങ്ങളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ ഡെയിലി കാണണമല്ലേ, പിന്നെ അങ്ങനെ കുറേ പറഞ്ഞ് വെറുപ്പിക്കണില്ല കേട്ടോ. നല്ലൊരു കമൻറ്റ് കണ്ടപ്പോൾ അല്ലാ എന്തോരം സന്തോഷമായി എന്നറിയോ. അത്രത്തോളം സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രത്തോളം സന്തോഷമായി കേട്ടോ. കാരണം എന്നും വീഡിയോ ഇടണേ, ചെറുതാണെങ്കിലും കുഴപ്പമില്ല, എന്നും വീഡിയോ ഇടണേ. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മനസ്സിക്ക് വരുന്നത് ഇന്ന് ഉച്ചക്ക് വീഡിയോ വരുമല്ലോ, ഒരു സീരിയൽ പോലെ അഡിക്റ്റ് ആയി പോയിക്കണെന്ന് പറഞ്ഞിട്ട്
സീരിയൽ നമുക്ക് ഒരു എപ്പിസോഡ് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ എന്താവും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. നാളെ നായി കിട്ടിയിരുന്നെങ്കിൽ, നാളെ 8 മണിയായിരുന്നെങ്കിൽ അതൊന്ന് കാണാമായിരുന്നു, അങ്ങനെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലേക്കാരം. അതുമാതിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സീരിയൽ പോലെ ആയിട്ടുണ്ട്, ഡെയിലി അത് ഇന്ന് ഉണ്ടാവുമല്ലോ, രാവിലെ എണീച്ചാൽ തന്നെ ഇന്ന് വീഡിയോ വരുമല്ലോ, കാണാമല്ലോ എന്നുള്ളൊരു ഇതാണ് മനസ്സിക്ക്, അത്രത്തോളം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലും വലിയത് എന്താണ് വേണ്ടത് എന്ന് പറയില്ലേ. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് അതൊക്കെ, പക്ഷേ അതിനേക്കായൊക്കെ എത്രയോ വലുതാണ് കേട്ടോ ഇതുപോലെയുള്ള ഓരോ കമൻസ് കാണുമ്പോൾ. നമ്മളങ്ങോട്ട് എന്താ പറയുക, സംതൃപ്തിയാകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഐ എം സോ ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്ര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങളോട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണേലും കമൻ്റ് ആക്കണേന്ന്. നമ്മളുടെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ടെക്സ്റ്റ് മെസ്സേജ് എന്തുണ്ടെങ്കിലും മറ്റൊരാൾ അത്രത്തോളം ഹാപ്പി ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനവിടെ പിശുക്ക് കാണിക്കണം. ഇപ്പോൾ നിങ്ങൾ ചിലർ പറയും എൻ്റെ കമൻറ്റ് വീഡിയോയിൽ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന ഓരോ കമൻറ്റ് നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ട് അതിലിരട്ടിയാണ് കേട്ടോ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്, വീഡിയോ ഇഷ്ടമാണ്, കട്ട വെയിറ്റിംഗ് ആണ്, ഇന്ന് വീഡിയോ ഇല്ലേ, രാവിലെ ഞാൻ ഷോർട്സ് ഇട്ടതിന് അപ്പോൾ വരും, ഇന്നെന്താ വീഡിയോ ഇല്ലേന്ന് ചോദിച്ചിങ്ങാണ്ട് വരും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ വെയിറ്റിങ്ങിലിരിക്കുകയാണ് എന്നുള്ളൊരു ഇത് കേട്ടോ. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഈ പണികളുടെയൊക്കെ ഇടയിൽ പണികളൊക്കെ കഴിഞ്ഞ് മക്കളുടെ കാര്യം അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കലും നടക്കണുണ്ടാവും. ഡെയിലി ഇത് വീഡിയോ എടുക്കാമല്ലോ, പിറ്റേ ദിവസത്തേക്ക് വീഡിയോ ഇടണ്ടേ. അപ്പോൾ അതിനിടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ചിലപ്പോൾ കുറച്ച് ലേറ്റായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 മണിക്ക് ശേഷം, ഇന്നലെയൊക്കെ അതേപോലെ എല്ലാതും സെറ്റായി 2 മണി കറക്റ്റ് ആവാൻ നേരത്തേക്ക് വീഡിയോ എല്ലാതും കറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിയാവാൻ നേരത്ത് കറണ്ട് അങ്ങ് പോയി. പിന്നെ വരുന്നത് 2:45 കഴിഞ്ഞ് ഒരു 3 മണിയാവാൻ നേരത്താണ് കേട്ടോ. കറണ്ട് പോയതിനും വീഡിയോ തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് വീഡിയോ അപ്ലോഡ് ആക്കാറ്. അപ്പോൾ കറണ്ടാണ് പോയപ്പോൾ വൈഫൈ കിട്ടൂലല്ലോ. ഇനിയിപ്പോൾ വൈഫൈയും കൂടെ ഇൻവെർട്ടർക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാക്കു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് പോകുമ്പോൾ നമുക്ക് വിഷയമില്ലല്ലോ വീഡിയോ ഇടാനും കാര്യങ്ങൾക്കും. ഇന്നലെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ കറണ്ട് കളിച്ചും കൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ. വരിക പോവുക തന്നെ ഇരുന്നു പണി. അപ്പോൾ കറണ്ട് പോയി, അതാണ് കേട്ടോ ഇന്നലെ വീഡിയോ കുറച്ച് വൈകിയത്. അപ്പോൾ വീഡിയോ വൈകിയപ്പോൾ ഇന്ന് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാഷാഅല്ലാഹ് നിങ്ങളെ കമൻസും കാണുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും കേട്ടോ. രാവിലെ കുറച്ച് നേരം വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയൊക്കെ വരും. അപ്പോൾ ഒരു 10, 11, 12 മണി ആ ഒരു ടൈമിലേക്ക് പിന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കും, കിടക്കും, നടക്കും, അങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെയും വിചാരിക്കും നാളേക്ക് വീഡിയോ വേണ്ട റബ്ബേ എന്നാലോചിച്ചിട്ട് പിന്നെയും ബാക്കിയുള്ളത് വീഡിയോ എടുക്കാറാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തിയെന്ന വിചാരം. കൂർക്കപ്പേരി ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, ചോറ് ഊറ്റി, മീൻ പൊരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.